മഹാനായ മുഹമ്മദ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിന്ന് മനുഷ്യൻ്റെ മോക്ഷത്തിന്, യഥാർത്ഥ വിജയത്തിനാവശ്യമായ സന്ദേശം ലോകത്തിൻ്റെ സൃഷ്ടാവിങ്കിൽ നിന്ന് ദിവ്യ സന്ദേശമായി ലഭ്യമാവുകയും അത് ജനങ്ങളിലേക്ക് എത്തിച്ചപ്പോൾ അവർ പിന്തുടർന്നു വരുന്ന വിശ്വാസങ്ങൾക്കും ആചാരങ്ങൾക്കും എതിരാണ് എന്ന കാരണത്താൽ യുക്തിസഹമായി കൃത്യമായി ബോധ്യമായിട്ടും അവർ അതിനെ നിരാകരിക്കുകയും പ്രവാചകനെ തന്നെയും അവിടുത്തെ അനുയായികളെയും ഇല്ലാതാക്കുവാൻ പരിശ്രമിക്കുകയും ചെയ്തൊരു സാഹചര്യത്തിൽ ലോകത്തിൻ്റെ സൃഷ്ടാവ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നിർദ്ദേശിച്ചത് ഹിജ്റയായിരുന്നു, പാലായനം. മദീനയിലേക്കുള്ള പാലായനമാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞത്. ആ സമയത്ത് മക്കയെ നോക്കിക്കൊണ്ട് പ്രവാചകൻ പറഞ്ഞ ചില വാചകങ്ങളുണ്ട്. നിന്നെ എനിക്കിഷ്ടമാണ്, ജനങ്ങൾ ഇവിടെ നിന്നും എന്നെ ആട്ടി പുറത്താക്കിയിട്ടില്ലായിരുന്നുവെങ്കിൽ ഞാൻ ഇവിടെ തന്നെ ഉണ്ടാകുമായിരുന്നു തുടങ്ങിയ പ്രവാചകന്റെ ഹൃദയസ്പൃക്കായ വാചകങ്ങൾ. പിന്നീട് പ്രവാചകൻ എത്തിച്ചേരുന്നത് മദീനയിലാണ്. ആ ഹിജ്റ ചെന്ന് എവിടേക്കാണോ എത്തുന്നത് അവർ പ്രവാചകനെ സ്വീകരിച്ചു. അത് പ്രവാചകന്റെ സ്വന്തം നാടുപോലെയായി. ആ മദീനയിൽ നിന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പുറത്തേക്ക് പോവുകയാണെങ്കിൽ തിരിച്ച് മദീനയിലേക്ക് എത്തുമ്പോൾ ദൂരെ മദീനയുടെ അടയാളങ്ങൾ കാണുമ്പോൾ അവിടുത്തെ ഒട്ടകങ്ങൾക്ക് അല്ലെങ്കിൽ കുതിരകൾക്ക് സ്പീഡ് കൂട്ടും. ഒന്ന് മദീനയിലേക്ക് എത്തിച്ചേരാനുള്ള ആഗ്രഹം. നോക്കൂ, നമ്മൾ ഫ്ലൈറ്റിൽ നമ്മുടെ നാട്ടിൽ ഇറങ്ങുമ്പോൾ ആ പച്ചപ്പ് കാണുമ്പോൾ, നമ്മുടെ ട്രെയിൻ നമ്മുടെ നാട്ടിലേക്ക് എത്തിച്ചേരുമ്പോൾ, നമ്മുടെ ടാക്സി വാഹനം നമ്മുടെ സ്വന്തം നാടിൻ്റെ സ്വന്തം വീടിൻ്റെ അടുത്തേക്ക് എത്തുമ്പോൾ, ഇത് പ്രകൃതിദത്തമാണ്, ഇത് ഇസ്ലാം അംഗീകരിച്ച കാര്യമാണ്. അതുപോലെയാണ് ഇന്ത്യ എന്ന് പറയുന്ന നമ്മൾ പിറന്നു വീഴുന്ന നാടിനോട് ഒരു വിശ്വാസിക്കുണ്ടാകേണ്ട അഭേദ്യമായ ബന്ധം.